ഹലോ ഗായ്സ്, ക്രിസ്മസ് വെക്കേഷന് കുഞ്ഞുങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ കാണുമല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഏകദേശം ജനുവരി 5-ാം തീയതി സ്കൂൾ റീഓപ്പൺ ചെയ്യത്തുള്ളൂ. അത്രയും നാൾ കുഞ്ഞുങ്ങൾ കിടന്നങ്ങ് ഓടും. പക്ഷേ 10th-ലും +2-ലും +1-ലും ഹയർ സ്റ്റഡീസൊക്കെ ചെയ്യുന്നവർക്ക് ഈ വെക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് റിവിഷനും പിന്നീടുള്ള ലെസൺസൊക്കെ പഠിക്കാനും പിന്നെ പ്രോജക്റ്റ് വർക്കിനും അസൈൻമെൻറ്റിനും സെമിനാറിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു ടൈം. ഞങ്ങളൊക്കെ ആ ടൈം അതിനൊക്കെ വിനിയോഗിച്ചിരുന്നവരാണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ആയുരാരോഗ്യം ആദ്യമേ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഡാഡി ഇവിടെ ഇല്ല ഗൈസ്. ഒരു മാരേജ് ഫങ്ഷൻ നിക്കാഹിന് വേണ്ടി പോയിരിക്കുകയാണ്. ഞാനിത് ഓർക്കുന്നത്, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ വളർത്തി സ്നേഹവും വാത്സല്യവും കെയറിങ്ങൊക്കെ തന്ന് വിദ്യാഭ്യാസം തന്ന് ലാളിച്ച് ഓമനിച്ച് വിശ്വസിച്ച് വളർത്തി. കുറേ പ്രായമാകുമ്പം തന്നിഷ്ടപ്രകാരം ഒരാളിനെ അങ്ങ് സ്നേഹിച്ച് വീട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു റിലേഷനായിരിക്കും നമ്മളുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? തീരുമാനിക്കും. സ്വന്തമായിട്ട് പ്രേമിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു തീരുമാനം എടുത്തിട്ട് അവർ ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ ഒത്തിരി കുഴപ്പങ്ങളൊക്കെ ഉള്ള ഒരു ബന്ധങ്ങളിലോട്ടാണെങ്കിൽ വീണ്ടും ആ പേരൻസിന് ഇരുകൂട്ടർക്കും, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും 2 പേരുടെയും ഫാമിലിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിഷമങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാകും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് എങ്ങനെയൊക്കെ തൂത്തുമാഞ്ഞൊക്കെ പോവുമെങ്കിലും മനുഷ്യൻ്റെ മനസ്സല്ലേ ഗൈസ്, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടൊക്കെ വളർത്തുന്നതായിരിക്കും മക്കളെ. ആ പ്രതീക്ഷകളെല്ലാം തള്ളിക്കെടുത്തിക്കൊണ്ടായിരിക്കും ഒരു ദിവസം ഇറങ്ങി അങ്ങ് പോകുന്നത്. എന്തായാലും അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോൾ ഡാഡി പോയതും അങ്ങനെ ഒരു മാരേജ് ഫങ്ഷനകത്ത് ഇടപെടാനായിട്ടാണ്. അത് നടത്തി കൊടുക്കുന്നുണ്ടെന്ന് എങ്കിലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, ആരുടെയും വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊന്നും എൻ്റെ പൊന്നു മക്കളെ ഒന്നും ആരും ഉണ്ടാക്കാതിരിക്കട്ടെ. വലിയ കുഴപ്പങ്ങളൊന്നും മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ബന്ധങ്ങളിൽ ചെന്ന് ആരും ചാടാതിരിക്കുക. നമ്മളെ കുടുംബത്തേക്ക് വീണ്ടും മക്കളുമാർ ജനിക്കും, വലുതാവും, അവരെയൊക്കെ വിവാഹം ചെയ്ത് വിടേണ്ടവരാണ്. അങ്ങനെയൊക്കെയൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരുവിധം നല്ല എല്ലാവർക്കും ഒക്കെ അഡ്ജസ്റ്റഡായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലോ ഒക്കെയുള്ള കുഴപ്പങ്ങളുള്ള ബന്ധങ്ങളിൽ പോയി ചാടരുത്. എല്ലാവർക്കും അഡ്ജസ്റ്റബിൾ ആവുന്നതും എല്ലാവർക്കും പോയി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ പറ്റുന്നതുമായ ഒരു ബന്ധത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ, അങ്ങനെ പോകുന്നതിന് നമുക്കിപ്പോൾ തടയിടാനൊന്നും പറ്റത്തില്ല. ആരും അങ്ങനെ പോകരുത് ഇങ്ങനെ പോകരുതെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഡിസിഷൻ എടുക്കും. ചില ഡിസിഷനൊക്കെ ലാസ്റ്റ് മനസ്സിലാകുന്ന കാണാം, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാവുമ്പോൾ ഈ അന്ന് കരഞ്ഞ മാതാപിതാക്കളടുത്തോട്ട് തിരികെ പോകേണ്ട ദയനീയമായ അവസ്ഥ. എല്ലാ ലവ് അഫെയറിലും ഇതുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും കുറച്ച് ലവ് അഫെയറിനകത്തൊക്കെ ഇങ്ങനൊരു ക്ലാഷ് ഉണ്ടായി വരുന്നുണ്ട് കുറേ നാൾ കഴിയുമ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ. എനിവേ, ആരും അങ്ങനെയൊന്നും പോയി ചാടാതിരിക്കട്ടെ, ചാടാൻ നോക്കരുത്. എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല, എല്ലാവരുടെയും മനസ്സും ചിന്താഗതികളും ഒരുപോലൊന്നുമല്ല, പല രീതിയിലാണ് ചിന്താഗതികൾ. പക്ഷേ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് അവർക്ക് ഇഷ്ടങ്ങൾ കാണുമായിരിക്കും അല്ലേ, അവരുടെ ഇഷ്ടങ്ങൾ. അതും കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം പോകാൻ. ഇറങ്ങി അങ്ങ് പോവുകയാണ്. എന്നാലത് വീട്ടിൽ തന്നെ നിന്നിട്ട് അവരുടെ സമ്മതം
നോക്കി മേടിച്ചിട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ആർക്കും. അപ്പോൾ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും SIR കരട് ലിസ്റ്റിലൊക്കെ പേരുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേരൊക്കെ ഉണ്ട്. അതിൻ്റെ അനന്തര നടപടികളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. കരട് ലിസ്റ്റിനകത്ത് പെടാത്തവരെയും ഒക്കെ അവർ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ അതിൻ്റെ ഫോമിലും അതിൻ്റെ പ്രൊസീജിയറും ഒക്കെ നടത്തി പ്രൊസീജിയറിലൂടെയൊക്കെ പോവുക. എല്ലാവരുടെയും പേരൊക്കെ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് സമയങ്ങൾ നമുക്ക് അതോറിറ്റി തന്നിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധാപൂർവം നടത്തി. രാഷ്ട്രീയ പ്രതിനിധികളുണ്ട്, പിന്നെ നമ്മുടെ കുടുംബശ്രീക്കാർ, ആശാ വർക്കേഴ്സ്, അങ്ങനെ പലരെയും അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ രേഖകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുടുംബ ബന്ധങ്ങളും ബന്ധുക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമ്മളെ സ്നേഹിച്ച അയൽക്കാരെയൊന്നും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല എങ്കിലും ഓക്കെ.